കഴിഞ്ഞതിൽ കുടുങ്ങാതെ അടുത്ത നിമിഷത്തിനായി സന്നദ്ധരാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിന് നിങ്ങളെ തയ്യാറാക്കുന്ന സംവിധാനമാണ് കോട്ടക്കർവ്. അത് എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. കോട്ടക്കർവ് begins with baton practice and trains continuous awareness. പ്രായോഗിക അവബോധനം എന്നുള്ള 7-ാം അധ്യായത്തിൽ കോട്ടക്കർവ് പരിശീലിച്ചു തുടങ്ങുന്ന വിധം എന്നുള്ളതിൽ എങ്ങനെയാണ് കോട്ടക്കർവ് പരിശീലിച്ചു തുടങ്ങുന്നത്, എന്തെല്ലാമാണ് ബാറ്റൺ പരിശീലനത്തിലെ പ്രാഥമിക നിയമങ്ങൾ, പരിശീലനത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കോട്ടക്കർവിനെ കുറിച്ച് കുറെ നാളായി പറയുന്നു. ഈ കോട്ടക്കർവ് എങ്ങനെയാണ് പരിശീലിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ കോട്ടക്കർവിന് പല വിധാനങ്ങളുണ്ട്. അതിൽ സാധാരണ തുടങ്ങുന്നത് ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഉപകരണം എന്ന് പറയുമ്പോൾ ബാറ്റൺ എന്ന് പറയുന്നത് ഒരു 3 അടി നീളമുള്ള ഒരു ദണ്ഡാണ്. നമ്മൾ അതിനിവിടെ ഉപയോഗിക്കുന്നത് ക്രിക്കറ്റ് സ്റ്റംപ് ഉണ്ടല്ലോ, ആ ക്രിക്കറ്റ് സ്റ്റമ്പാണ് അതിനുപയോഗിക്കുന്നത്. അതിന്റെ കൂർത്ത ഭാഗം കളഞ്ഞിട്ട് 2 വശവും ഉരുട്ടിയെടുത്തിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോ നമ്മളിത് ഒറ്റയ്ക്കല്ല പ്രാക്ടീസ് ചെയ്ത് കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബാറ്റൺ ഇവിടെ നമ്മൾ ഇതിന്റെ പരിശീലനത്തിനായിട്ട് എടുക്കുന്നു. ഒന്നല്ല എടുക്കുന്നത്, ആദ്യം ഒന്നിനെ പരിചയപ്പെടുത്തുന്നു. അതിനെ പരിശീലകൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തൂക്കി ഇങ്ങനെ പിടിക്കും. അത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പാസ് ചെയ്യും, നിങ്ങളിലേക്ക് ഇട്ടു തരിക, എറിഞ്ഞു തരിക. അത് അതുപോലെ തന്നെ തുടർന്നുള്ള ആളുകളിലേക്ക്, അതിനൊരു ഇത്ര ആളുകൾക്ക് ശേഷം എന്നുള്ള ഒരു ക്രമം ഉണ്ടാവും. ആ ക്രമത്തിനനുസരിച്ച് ഈ വട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് നിങ്ങൾ ഓരോരുത്തരായി പാസ് ചെയ്ത് കൊണ്ടുപോകുന്നത് വഴിയാണ് ഈ പരിശീലനം മുന്നേറുന്നത്. അപ്പോ ഈ ബാറ്റൺ എന്ന് പറയുന്നത് ജീവിത സന്ദർഭങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ ജീവിത സന്ദർഭങ്ങളെ കുറിച്ച് കുറെ ഏറെ സംസാരിച്ചു. അവബോധ തലങ്ങളെ കുറിച്ച് പരിശീലിക്കുമ്പോൾ പ്രതിമനസ്സിൽ നിന്നും പ്രകട മനസ്സിലേക്ക് കടന്ന് അതുവഴി ബോധ മനസ്സിലേക്ക് വന്നെത്തുന്ന, അല്ലെങ്കിൽ പ്രതിബോധത്തിൽ നിന്നും പ്രകടബോധത്തിലൂടെ ജാഗ്രത് ബോധത്തിലേക്ക്, സത്താബോധത്തിലേക്ക് എത്തുന്ന ആ ഒന്നാണ് നമ്മുടെ ജീവിത സന്ദർഭം എന്ന് പറയുന്നത്. വെളിയിൽ നിന്നും പരിസ്ഥിതി ആത്മസ്ഥിതിയിലേക്ക് വിനിമയം ചെയ്തു തുടങ്ങുന്നത് അവിടെയാണ്. അപ്പൊ ഇതിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ബാറ്റണെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിലൂടെ പല സന്ദർഭങ്ങൾ കടന്നു പോകുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ കടന്നു പോകുന്നത് പോലെ ഈ ബാറ്റണുകൾ നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്നതാണ് നമ്മളതിൽ ചെയ്യുന്ന രീതി. അപ്പോ അത് ചെയ്യേണ്ട ഇതിന്റെ റൂൾ ഇതാണ്. അത് അടുത്ത ആളുകളിലേക്ക് പാസ് ചെയ്ത് പോകണം. അങ്ങനെയാണല്ലോ ജീവിതത്തിൽ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് അത് നമ്മൾ പാസ് ചെയ്ത്, നമ്മളത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തെ പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക, അത് കടത്തി വിടുകയാണ് ചെയ്യുക. അപ്പോ അതെങ്ങോട്ടാണ് പോകേണ്ടത്? അയാളിലേക്ക് കടത്തി വിടണം. നമ്മുടെ മുന്നിൽ ഒരു സന്ദർഭമുള്ളപ്പോൾ ആ സന്ദർഭത്തെ അടുത്ത് എന്തിലേക്കാണോ കടത്തി വിടുന്നത് അതിലേക്ക് കടത്തി വിടണം. അത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഈ നമ്മുടെ മുന്നിലൂടെ വന്ന സന്ദർഭത്തെ നമ്മൾ ഇടപെട്ടിട്ട് വഴി മാറ്റാതെ വേണം കടത്തിവിടാൻ. പലപ്പോഴും നമ്മൾ അതിൽ ഇടപെടുകയും ആ സന്ദർഭത്തെ മാറ്റിവെക്കുകയും ചെയ്യും. ഒരു കുഞ്ഞിൽ നിന്നും കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് ടംബ്ലർ അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ കുപ്പി താഴെ വീണ് ഉടഞ്ഞു വന്നിരിക്കട്ടെ, അത് നമ്മൾ കാണുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നൊരു സന്ദർഭമാണ്. അത് ഉടഞ്ഞെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇനി അത് വാരിക്കളയുക, കയ്യിലും കാലിലും കുത്താതെ നോക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ സാറിന് എന്താ ചെയ്യുക? അത് ഉടച്ചോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ തല്ലുകയാണെന്നിരിക്കട്ടെ, സിറ്റുവേഷൻ മുഴുവൻ മാറും. ഒരുപക്ഷെ കുഞ്ഞിനോട് ആ സമയത്ത് ചൂടായാല് ആ കുഞ്ഞ് ചിലപ്പോൾ ഇതിന്റെ മുകളിൽ കൂടെ ഓടി നടന്നു വരും, കാല് മുറിഞ്ഞു വരും, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുവരും. എന്ന് വെച്ചാൽ ഒരു ഈവന്റിനെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പുലിപാലുകൾ ചെറുതായിരിക്കില്ല. ഈ കുഞ്ഞ് കരയാൻ തുടങ്ങിയാലോ, അതിനോട് ദേഷ്യപ്പെട്ട് കുഞ്ഞ് കരയാൻ തുടങ്ങിയാലോ അത് നിർത്തണമെങ്കിൽ കുറെ മെനക്കെടേണ്ടി വരും. ഇത് നമ്മുടെ അവിടുത്തെ മൊത്തം സാഹചര്യത്തെ മുഴുവൻ മാറ്റിവെക്കും.
അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ വളയ്ക്കാൻ നോക്കരുത്, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കരുത്. അതാണ് നമ്മളിവിടെ ബാറ്റണിൽ ഈ ബെൻഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ബാറ്റൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബെൻഡ് ചെയ്യരുത്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ വെക്കണം, വളയ്ക്കരുത്. അപ്പൊ ഇതാണ് ഒരു നിയമം. രണ്ടാമത്, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ ബാറ്റൺ പാസ് ചെയ്യുക, കടത്തിവിടുക എന്നുള്ളത്. വാങ്ങുക, നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുക, ഉടനെ തന്നെ കടത്തിവിടുക, സ്വീകരിക്കുക, കടത്തിവിടുക. അതിന് പകരം അത് ഹോൾഡ് ചെയ്യരുത്. വാങ്ങുന്നു, നമ്മൾ ഒരു നിമിഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ കടത്തിവിടുന്നു. പക്ഷെ ആ ഹോൾഡ് ചെയ്യുന്ന ആ നിമിഷം, അല്ലെങ്കിൽ എത്ര നിമിഷങ്ങളാണോ അത്രയും, അത് നമ്മുടെ ബാധ്യതയായി തീരുകയാണ്. കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ് ഉത്തരവാദിത്തം. അതിന് പകരം നമ്മളത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധ്യതയായി തീരുകയാണ്. പിന്നെ ഇത് നമ്മളൊരു സമാജത്തിൽ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രകൃതിയിൽ വെച്ചാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെ? ജീവിതത്തെ പ്രകൃതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ബാറ്റൺ പ്രാക്ടീസിനെ ഒരു ഗ്രൂപ്പിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ അതിനൊരു വേഗമുണ്ട്. ഈ വേഗം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അത് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അത് പോയല്ലോ എന്ന് കരുതി നമ്മൾ അതിലേക്ക് നോക്കി നിൽക്കരുത്. അടുത്തത് വരാനുണ്ട്, അതിലേക്ക് തിരിയുക, സ്വീകരിക്കാൻ സന്നദ്ധരാവുക. ഉടനെ തന്നെ തിരിഞ്ഞ് നമ്മൾ പഴയ നിലയിലേക്ക് ആവുക. വീണ്ടും അടുത്ത പാറ്റേൺ സ്വീകരിക്കുക, പാസ് ചെയ്യുക, തിരിയുക, ഹോൾഡ് ചെയ്യാതിരിക്കുക, അതിന്റെ റിഥം മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും ഈ ബാറ്റൺ വരുമെന്നതും പാസ് ചെയ്യണം എന്നുള്ളതിൽ ആയിരിക്കുക. അപ്പോ ഇതാണ് അതിന്റെ രീതി. അപ്പോ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബാറ്റൺ താഴെ പോവുകയാണെങ്കിൽ, നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടും എങ്കിൽ ഡു നോട്ട് പിക്ക് ഇറ്റ് അപ്പ്. നിങ്ങൾക്ക് ആരാണ് ഇത് തന്നത്? ഈ പ്രാക്ടീസില് പരിശീലകനാണ് ഇത് തന്നത്. അപ്പൊ പരിശീലകന്റെ ധർമ്മമാണ് അത് എടുക്കുക എന്നുള്ളത്. അതെന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അയാളുടെ ധർമ്മമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലോ ഇത് പാസ് ചെയ്യുന്നത് താഴെ പോകരുത് എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. താഴെ പോയാലോ അത് കൈകാര്യം ചെയ്തത് പ്രകൃതിയുടെ ധർമ്മമാണ്, ഈശ്വരന്റെ ധർമ്മമാണ്. അത് ഈശ്വരൻ നോക്കിക്കോളും, നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇനി അഥവാ ഇടപെടുകയാണെങ്കിൽ നമുക്ക് വേറൊരു പണിയില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇടപെടാം. എന്തുകൊണ്ടാണ് ഇടപെടലെന്ന് പറയുന്നത്? ഇടപെട്ടാൽ അടുത്ത ബാറ്റൺ നമ്മുടെ തലയ്ക്ക് വന്ന് വീഴും. നമ്മൾ ഈ സംഭവത്തെ താഴെ വീണ ബാറ്ററിനെ എടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ പുതിയ ബാറ്റൺ നമ്മുടെ തലയിൽ വന്ന് വീഴും. ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കുക. നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്യുന്നതിന് വീഴ്ച പറ്റി അതിന്റെ മുകളിൽ ഫോക്കസ് ചെയ്ത് അതിനെ നന്നാക്കാൻ പോകുന്ന സമയത്ത് അടുത്ത സാധനം നമ്മുടെ തലയിൽ വന്ന് വീഴും. ചിലപ്പോൾ ലോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു അസുഖമായിരിക്കാം. ഇങ്ങനെയുള്ള അതൊരു ചെറിയ വീഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയാൽ അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നതോടുകൂടി അടുത്തത് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ താഴെ വീണത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുക, അതിനെ എടുക്കാതിരിക്കുക. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുന്ന പല വികാരങ്ങളും അങ്ങനെയാണ്. നമ്മളൊരു ചെറിയ താഴ്ച നമുക്ക് പറ്റിയാൽ നമ്മൾ അതിനെ എടുക്കാൻ നോക്കും, അത് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഈ പലപ്പോഴും പാസ് ചെയ്ത ഒരു കാര്യത്തെ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ സന്ദർഭത്തെ അതിനെ പിന്തുടർന്ന് നമ്മൾ പോകാറുണ്ട്. അയ്യോ അത് കഴിഞ്ഞല്ലോ, ഇനി അതെന്താകും എന്നുള്ള വ്യാകുലത ഉണ്ടാകാറുണ്ട്. അതിനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്നത്, ബാറ്റൺ പോയി കഴിഞ്ഞാൽ അത് അവിടെ പോകാനുള്ള ഡിറക്ഷൻ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പിന്തുടരേണ്ട കാര്യമില്ല. ഡിറക്ഷൻ കൃത്യമാണെങ്കിൽ അത് പൊക്കോളും, പോകേണ്ട അടുത്ത് പൊക്കോളും. അത് അവിടെയുള്ളവർ കൈകാര്യം ചെയ്യും. അത് കൈകാര്യം ചെയ്തത് നമ്മുടെ ധർമ്മമല്ല എന്നത് മനസ്സിലാക്കുക, അത് അവരുടെ ധർമ്മമാണ്. ഇനി അടുത്തത് വരുന്നുണ്ട്, അതിനുവേണ്ടി അലർട്ടായിരിക്കുക. അടുത്തായിട്ട് വരുന്ന എവിടെന്നാ വരുന്നതെന്ന് നോക്കി നിൽക്കേണ്ട കാര്യമില്ല, അത് മുമ്പിൽ എത്തിക്കൊള്ളും. വെക്കുന്ന സമയത്ത് എടുത്താൽ മതി. ഇവിടെ ബാറ്റൺ പ്രാക്ടീസിൽ ഇൻസ്ട്രക്ടറുടെ തീരുമാനമാണ് അവസാനത്തത്. നമുക്ക് അതിനകത്ത് വലിയ റോളില്ല. അതുപോലെ ഇവിടെ ജീവിതത്തിൽ നമുക്കല്ല റോള്, പ്രകൃതിക്കാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. ഈശ്വരനെ നിങ്ങൾ വിശ്വസിക്കേണ്ട, ഈശ്വരൻ വിചാരിക്കുക. പ്രകൃതിയെ ആണ് സത്യം, പ്രകൃതിയാണ് ആധാരം എന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം. പ്രകൃതിയാണത് തീരുമാനിക്കുന്നത്, നമ്മളല്ല. അപ്പോ അന്തിമമായിട്ടുള്ള നിയമം പ്രകൃതിയുടെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ റോളില്ല. നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് പാസ് ചെയ്യുക എന്ന് മാത്രം. ഇത് പാസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പാസ് ചെയ്യാൻ ഇപ്പൊ പറയുമ്പോൾ വളരെ എളുപ്പമാണല്ലോ. ബാറ്റൺ ഇങ്ങനെ വെർട്ടിക്കലി വരുന്നു, അതിനെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. വെർട്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ?
ഇപ്പൊ പോലും സംഭവിക്കില്ല. വെർട്ടിക്കലായിട്ട് അതേപോലെ കടത്തിവിടാൻ വളരെ ചുരുക്കം ആളുകൾക്ക് കഴിയുള്ളൂ. അപ്പോ അതെന്തുകൊണ്ടാണ് കഴിയാത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് പഠിക്കും. എന്തുകൊണ്ടാണ് കഴിയാത്തത്, നമ്മുടെ ഏത് മെറിഡിയന്റെ പ്രശ്നം കൊണ്ടാണ് സംഭവിക്കാത്തത് എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ശ്രദ്ധ അവിടെ വർത്തമാനത്തിലായിരിക്കണം, എങ്കിലും ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരിക്കലും ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയോ അതിനുവേണ്ടി നമ്മൾ ഒരു ഫോക്കസ് മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വർത്തമാനത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റാതെ. അപ്പോ ഇത് പാസ് ചെയ്യുക എന്നുള്ളതാണ് കൊട്ടക്കാർവിന്റെ ആ ഒരു രീതി. അപ്പോ നമ്മൾ ഈ ജീവിതത്തിലെ സംഭവങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കഴിഞ്ഞതിൽ കുടുങ്ങാതെ അടുത്ത നിമിഷത്തിലെ സന്നദ്ധരാകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ ഒരു നിയമം തെറ്റിക്കുന്നു എന്നാണ്. നമ്മൾ വർത്തമാനത്തിന് നിൽക്കുന്നില്ല, നമ്മൾ പൂർവ്വത്തിലോ ഉത്തരത്തിലോ നമ്മൾ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പൂർവ്വകാലത്തോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്തോ നമ്മൾ നിൽക്കുക. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുന്നുണ്ട്, അതിന് കൂടുതൽ അലേർട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്. ഈ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇൻസ്റ്റൻസസിനെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു. അത് ഇൻസ്റ്റൻസസ് പറയുമ്പോൾ ജീവിത സംഭവങ്ങളാകാം, ജീവിതത്തിലെ സന്ദർഭങ്ങളാവാം, പലതരം ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങളാകാം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആകാം, ജീവിതത്തിന്റെ ജനറൽ ആയിട്ടുള്ള പ്രവാഹം, ഇതെന്തും ആകാം. ജീവിതത്തിലൂടെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് എന്തും ആകാം. അതിന് ബദലായിട്ടാണ് നമ്മൾ ഇവിടെ ബാറ്റൺ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ബാറ്റൺ കയ്യിലൂടെ ഒഴുകുന്നത് എന്താണ്? ആ ഒഴുകുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്, ജീവിത നിമിഷങ്ങളാണ്, അനുഭവങ്ങളുടെ പ്രവാഹമാണ്, ജീവിതത്തിന്റെ തുടർച്ചയാണ്. നമ്മുടെ സന്ദർഭങ്ങൾ നമ്മൾ കൈമാറി പോകുന്നതിന്റെ അവസ്ഥയാണ്. മറ്റൊരു തരത്തിൽ നമ്മുടെ കാലത്തിന്റെ ചലനം, സമയത്തിന്റെ ചലനമാണെന്ന് ഇത് നമുക്ക് വിചാരിക്കാനാവും. അപ്പോ നമ്മളിവിടെ പാലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രാക്ടീസിൽ ചെയ്യുക, അടുത്തതിന്റെ അടുത്ത ആൾക്ക് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് അതൊരു റൂള് വെച്ചെന്ന് മാത്രം, അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യേണ്ടത് നേരിട്ട് അയാളുടെ കയ്യിലേക്ക് ഇത് എറിഞ്ഞു കൊടുക്കലാണ്. പക്ഷെ ബാറ്റൺ വളയരുത്, ബാറ്റൺ പിടിച്ചു നിർത്തരുത്, ഒരേ വേഗത നിലനിർത്തണം. അതിനുശേഷം കൈമാറിയതിനു ശേഷം തിരിയണം, വീണ്ടും അടുത്ത ബാറ്റൺ സ്വീകരിക്കണം. അവിടെ നിരന്തര ജാഗ്രത. അപ്പൊ ഇത് നമ്മൾ ഇതിൽ തന്നെ ആയിരിക്കും. നമ്മൾ അത് വാങ്ങുന്നു, കൊടുക്കുന്നു, വീണ്ടും നമ്മൾ അടുത്ത് വാങ്ങുന്നു, കൊടുക്കുന്നു, കയ്യിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അത് കയ്യിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധയാണ്. കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പശിമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഇത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ബാധിക്കും. നമ്മൾ പല കാര്യങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹോൾഡ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തട്ട് കിട്ടിയാൽ ഉടനെ ഹോൾഡ് ചെയ്യും. നമ്മൾ പോകുന്ന വഴിക്ക് വാഹനത്തിന് ചെറിയൊരു പരിക്ക് പറ്റിയാൽ ഉടനെ നമ്മളത് ഹോൾഡ് ചെയ്യും. അത് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് പകരം അത് കടന്നു, ഇപ്പൊ വാഹനം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും തട്ടി ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, ചേട്ടാ ഇതൊന്ന് പെയിന്റ് ചെയ്ത് തരണം, കഴിഞ്ഞു അത്രേ ആകാവൂ, അയ്യോ ഇത് പറ്റിയല്ലോ എന്ന് വ്യാകുലപ്പെടും, അത് കടത്തിവിടുക. നമ്മൾ വർത്തമാനത്തിലാകാൻ നിരന്തര ജാഗ്രത പുലർത്താനുള്ള പ്രാക്ടിക്കൽ പ്രോസസ്സാണ് കൊട്ടക്കാരന്റെ ആദ്യ ഭാഗത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയാണ് കൊട്ടക്കാരൻ തുടങ്ങുന്നത്. ഇത് മാത്രമല്ല പരിശീലനം, ഒരുപാട് പരിശീലനങ്ങളുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒന്നായതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ആദ്യം ചെയ്യിക്കുന്നത്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അത് അടിസ്ഥാന വ്യവസ്ഥകൾ ഇതൊക്കെയാണ്. വീണ ബാറ്റൺ എടുക്കരുത്, താഴെ പോയതിനെ എടുക്കാൻ നിൽക്കരുത്. അത് പ്രകൃതി, അത് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആളുടെ ഉത്തരവാദിത്തമാണ്, ഇവിടെ പരിശീലകന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ നമ്മളെ വിട്ടുപോയ സാധനത്തിന് കണ്ണുകൊണ്ടോ നമ്മുടെ ഫോക്കസ് കൊണ്ട് പിന്തുടരാതിരിക്കുക, അടുത്തതായിട്ട് വരുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പരിശീലകന്റെ നിർദ്ദേശം പാലിക്കുക. അത് പരിശീലകന്റെ നിർദ്ദേശമാണ് ഇതിന്റെ ഫൈനൽ വേർഡ്. പ്രകൃതിയുടെ നിർദ്ദേശമാണ്, ഈശ്വരന്റെ നിർദ്ദേശമാണ് ഫൈനൽ വേർഡ്. എനിക്കല്ല, പ്രകൃതിക്കാണ് റോൾ എന്നുള്ളത് നമ്മളിവിടെ സമ്മതിക്കണം. അങ്ങനെ ആകുമ്പോഴേ വർത്തമാന നിമിഷത്തിൽ നിലകൊള്ളാനാവുക. ലെറ്റ് ഗോ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. കടത്തിവിടുക എന്നുള്ളത് ലെറ്റ് ഗോ എന്നാണ് പറയുക. ലെറ്റ് ഗോ എന്ന് വെച്ചാൽ ലെറ്റ് ദ ഗോഡ് എന്നാണ്. ദൈവത്തെ ചെയ്യാൻ അനുവദിക്കൂ എന്നുള്ളതാണ്. ദൈവം ഉണ്ടാക്കിയ സാധനം ദൈവം കൈകാര്യം ചെയ്യില്ല. അതിനിടയ്ക്ക് നമ്മൾ കയറി തലമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമ്മളതിന് ഇടയിൽ ഇടങ്കോൽ ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് കടത്തിവിട്ടാൽ മതി. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ കൊട്ടക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, കൊട്ടക്കാരന്റെ ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് നിരന്തര അവബോധമാണ്. നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ നേരെ ആ ബാറ്റൺ വരുന്നു എന്നുള്ളത് നമ്മുടെ പ്രതിബോധമാണ്.
അത് നമ്മൾ സ്വീകരിക്കുന്നു, അത് പ്രകടബോധമാണ്. അത് നമ്മൾ ഇങ്ങനെ ചരിഞ്ഞാലും മറിഞ്ഞാലും ഇതിനെ നേരെയാക്കി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ജാഗ്രത് ബോധമാണ്. അതിനുശേഷം നമ്മളത് അടുത്ത ആളിലേക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് വരെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അത് പ്രകടബോധത്തിലേക്ക് പോയി പിന്നെ പ്രതിബോധത്തിലേക്ക് കൊടുക്കുന്നു. പക്ഷെ ആ കൊടുക്കുന്നത് നമ്മളെ വിട്ടില്ലെങ്കിൽ, കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നു എന്നതിന്റെ പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ അത് ഉപബോധത്തിലേക്ക് പോകും. ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പ്രകടബോധം, പ്രതിബോധം, ജാഗ്രത് ബോധം, പ്രകടബോധം, പ്രതിബോധം, ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണമെങ്കിൽ നമ്മുടെ ശിക്ഷിതാവബോധവും സഹജാവബോധവും ക്രമമായിരിക്കണം. അല്ലെങ്കിലോ നമ്മളത് ശ്രദ്ധയോടുകൂടി അതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശിക്ഷിതാവബോധം അതിനനുസരിച്ച് ക്രമപ്പെടും. അങ്ങനെയാണ് നമ്മൾ നിരന്തര അവബോധത്തിലേക്ക്, നമ്മൾ അവബോധ തലങ്ങളെല്ലാം തമ്മിൽ ചാനലൈസ് ചെയ്യുന്നത്, നിരന്തര അവബോധത്തിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർത്തമാന ശ്രദ്ധയുണ്ടോ? വർത്തമാനത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധ ആലുവായിരിക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ഉള്ളിലെ സന്നദ്ധതയുണ്ട്, ഇത് റിസീവ് ചെയ്യാനും കൊടുക്കാനുള്ള സന്നദ്ധത. ഈ സന്നദ്ധത നമുക്ക് ഡെവലപ്പ് ചെയ്യും. പലപ്പോഴും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയെ അതിജീവിക്കാൻ ഇത് നല്ലപോലെ സഹായിക്കും. കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ, വരുന്ന ബാറ്ററിനോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ, ആ സാഹചര്യത്തോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. ജീവിതത്തിന്റെ ആ പ്രവാഹം നമ്മുടെ മുന്നിലൂടെ പോകുന്ന സമയത്ത് അതിനോട് പൂർണ്ണമായി സഹകരിച്ച് നിൽക്കാൻ നമുക്ക് കഴിയും. അതായത് നമ്മുടെ റെഡിനെസ് ഉണ്ടല്ലോ, ആ റെസ്പോൺസീവ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോ ഉണ്ടല്ലോ, അതിനെ തുടർച്ചയായിട്ട് നിലനിർത്താൻ കോട്ടക്കാവ് നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾ പരിശീലിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് അതിന്റെ സൈദ്ധാന്തികത പറയുന്നു എന്ന് മാത്രം. അപ്പോ കോട്ടക്കാവ് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസിലേക്ക് കടക്കുന്ന സമയത്ത് ഈ വിധത്തിലാണ് അതിനെ കൊണ്ടുപോകേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത്, ഇത്തരം അവസരങ്ങൾ ഞാൻ കോട്ടക്കാരുടെ ബാറ്റൺ പ്രാക്ടീസിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ജീവിത സന്ദർഭങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട്. ഈ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിശകലനം ചെയ്യുക. അതുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.